പ്രതിസന്ധി നേരിടുന്ന പാലാ നഗരസഭയിൽ ഇതുവരെ വിജയം കാണാതെ രാഷ്ട്രീയ നീക്കങ്ങൾ. നഗരസഭയിലെ തർക്കത്തിൽ സമവായമായെന്ന് DCC അധ്യക്ഷൻ പറയുന്നു. എന്നാൽ സ്വതന്ത്ര കൂട്ടായ്മ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ജി ശ്രീത്തുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീത്ത്, ഈ നിർദ്ദേശങ്ങൾ സ്വതന്ത്ര മുന്നണി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണോ? അതോ പാലാ നഗരസഭയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് അവിടെ? ഹരി, സ്വതന്ത്ര മുന്നണി നിലപാട് അംഗീകരിച്ചാണ്. അത് ഇന്നലെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ അംഗീകരിക്കാതെ ഇപ്പോഴും പരിപൂർണമായും അംഗീകരിക്കാതെ 3 കോൺഗ്രസ് കൗൺസിലർമാർ ഉണ്ട് എന്നുള്ളതാണ് വിവരം. കോൺഗ്രസിന്റെ DCC വൈസ് പ്രസിഡന്റാണ് ഇക്കാര്യത്തിൽ ഏതാണ്ട് സമവായമായി എന്ന് ബിജു പുന്നദാനമാണ് ഇന്നലെ മാധ്യമങ്ങളോട് അറിയിച്ചത്. 6 കൗൺസിലർമാരായിരുന്നു ഇടഞ്ഞു നിന്നത്. പക്ഷെ അതിൽ 3 പേർ പാർട്ടി നിലപാടിനൊപ്പം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 പേരെ ഇനിയും അനുനയിപ്പിക്കാനുണ്ട്. ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, ഒപ്പം തന്നെ ലിസിക്കുട്ടി എന്നിവരാണ് ഇപ്പോഴും മാറി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഇവർ പാർട്ടി അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു കടുത്ത നിലപാടിലേക്ക് പോകില്ല. ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ട് തന്നെ പോകും. നിലവിൽ എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഈ അവിശ്വാസമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് തിടുക്കപ്പെട്ടൊരു സമവായ നീക്കങ്ങളുടെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും പാർട്ടിയുടെ നിലപാടിനൊപ്പം പോകും. ഇല്ലെങ്കിൽ കടുത്ത നിലപാടുണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ബിജു പുളികകണ്ഠമായിരുന്നു ജൂലൈ മുതൽ പുതിയ വൈസ് ചെയർമാൻ ആകേണ്ടിയിരുന്നത്. ബിനു പുളികകണ്ഠം അത് മാറി ഈ കോൺഗ്രസിന് തന്നെ വൈസ് ചെയർമാൻ പദവി ഇപ്പോൾ നൽകാം, അവസാന ഘട്ടത്തിൽ മതി ഞങ്ങൾക്ക് വൈസ് ചെയർമാൻ പദവി എന്ന നിലപാടിലേക്ക് സ്വതന്ത്ര മുന്നണി എത്തുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഈ തർക്കത്തിന് ഏതാണ്ട് ഒരു പരിഹാരം എന്ന നിലയിലേക്ക് കോൺഗ്രസ് നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇടഞ്ഞു നിൽക്കുന്ന 3 കൗൺസിലർമാരെ കൂടി എങ്ങനെ അനുനയിപ്പിക്കും എന്ന നിലയിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഹരി, വ്യക്തമാണ്. ശ്രീതാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.